أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وقال الذي آمن يا قوم اتبعون أهدكم سبيل الرشاد. يا قوم إنما هذه الحياة الدنيا متاع وإن الآخرة هي دار القرار. من عمل سيئة فلا يجزى إلا مثلها ومن عمل صالحا من ذكر أو أنثى وهو مؤمن فأولئك يدخلون الجنة يرزقون فيها بغير حساب. السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين. نحمده ونستعينه ونستغفره ونستهديه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلن تجد له وليا مرشدا. أما بعد الفائزين برضا الله. ഏറ്റവും സ്നേഹബഹുമാനമുള്ള സഹോദരങ്ങളെ സഹോദരിമാരെ, ഇല്ലായ്മകളിൽ നിന്ന് നമ്മെ സൃഷ്ടിക്കുകയും പരിപാലിക്കുകയും നമുക്ക് ആവശ്യമുള്ളതെല്ലാം ചെയ്തു തരികയും ചെയ്യുന്ന അള്ളാഹുവിൻ്റെ കൽപ്പനകളും നിയമനിർദ്ദേശങ്ങളും വിധിവിലക്കുകളും ജീവിതത്തിലുടനീളം കാത്തു സൂക്ഷിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു അതിന് നമുക്ക് ഏവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ. 40-ാം അധ്യായമായ സൂറത്ത് ഗാഫിറിലെ 37 ആയത്തുകൾ ഇതിനകം നാം പഠിച്ചു കഴിഞ്ഞു. ഒരു വിശ്വാസിയായ വ്യക്തി അള്ളാഹുവിൻ്റെ ദീൻ മനസ്സിലാക്കി കഴിഞ്ഞാൽ ആ മനസ്സിലാക്കിയ സത്യം അവൻ്റെ പ്രിയപ്പെട്ട കുടുംബത്തിലേക്ക്, നാട്ടുകാരിലേക്ക്, അയൽപക്കത്തിലേക്ക് എത്തിച്ചു കൊടുക്കുക എന്നത് അവൻ്റെ മേൽ ബാധ്യതയാണ് എന്ന മഹനീയമായ പാഠങ്ങളാണ് കുറഞ്ഞ ആയത്തുകളിലൂടെ നാം മനസ്സിലാക്കിയിട്ടുള്ളത്. മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിൽ വിശ്വസിച്ച വിശ്വാസിയായ മനുഷ്യൻ മൂസാ നബി അലൈഹിസ്സലാമിൻ്റെ കൽപ്പനകളും അദ്ദേഹത്തിൻ്റെ പ്രബോധനവും അംഗീകരിക്കാത്ത സമൂഹത്തിൻ്റെ മുമ്പിലേക്ക് സധൈര്യം കടന്നു വന്ന് മൂസാ നബി അലൈഹിസ്സലാമിനെ നിങ്ങൾ അംഗീകരിക്കണമെന്നും അദ്ദേഹം പറയുന്നതൊക്കെയും സത്യമാണെന്നും മൂസാ നബി അലൈഹിസ്സലാമിൽ നിങ്ങൾ അംഗീകരിക്കാതെ വിശ്വസിക്കാതെ മാറി നിന്നാൽ നിങ്ങളുടെ മുൻഗാമികളാകുന്ന പല ആളുകൾക്കും അവരിലേക്ക് കടന്നു വന്ന പ്രവാചകന്മാരെ ധിക്കരിച്ചതിൻ്റെ ശിക്ഷയായി റഹ്മാനായ റബ്ബ് പലതരത്തിലുള്ള ശിക്ഷകൾ അവർക്ക് നൽകിയിട്ടുണ്ട്. അത്തരത്തിലുള്ള ശിക്ഷകൾ നിങ്ങളെയും പിടികൂടാം. ആ മൂസ അലൈഹിസ്സലാം പറയുന്നത് മുഴുവനും സത്യസന്ധമാണ്. അള്ളാഹുവിൽ നിന്നുള്ള വഹയിന്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം സംസാരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ അംഗീകരിക്കണം അദ്ദേഹത്തെ. അള്ളാഹുവിൽ വിശ്വസിക്കുന്നവരായി മാറണം. നിങ്ങൾ എന്നെ പിൻപറ്റണം. ഞാൻ ആ വിശ്വാസത്തിലേക്ക് കടന്നു വന്നിട്ടുണ്ട് തുടങ്ങിയ കാര്യങ്ങൾ ആ വിശ്വാസിയായ മനുഷ്യൻ അവരോട് പറഞ്ഞപ്പോൾ ഫിർഔൻ ഹാമാനിനെ വിളിച്ചുകൊണ്ട് അള്ളാഹുവിനെ പരിഹസിക്കുന്നതാണ് 36-ാമത്തെ 37 ആയത്തുകളിൽ നാം പഠിച്ചിട്ടുള്ളത്. ഫിർഔൻ പറഞ്ഞത്, ഹാമാനെ, മൂസ പരിചയപ്പെടുത്തുന്ന അള്ളാഹുവിലേക്ക് ഉയർന്നു പോകാൻ വലിയ ഒരു സൗധം എനിക്കിനി ഉണ്ടാക്കിത്തരണം. ആ സൗധത്തിൽ കയറി ഞാൻ അവൻ്റെ റബ്ബിനെ ഒന്ന് കണ്ടു നോക്കട്ടെ, ഞാനൊന്ന് എത്തി നോക്കട്ടെ. ആ മൂസ പറയുന്നത് കളവാണ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്, ഞാൻ അങ്ങനെയാണ് വിചാരിക്കുന്നത് എന്ന് ഫിർഔൻ പറഞ്ഞതായി അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു. വമാ കൈദു ഫിർഔന ഇല്ലാ ഫീ തബാബ്. തീർച്ചയായും ഫിർഔനിന്റെ അവന്റെ പ്രവൃത്തിയെല്ലാം നല്ല ദുഷ്പ്രവൃത്തികളെല്ലാം നല്ല പ്രവൃത്തിയായി അവന് കാണിക്കപ്പെട്ടിട്ടുണ്ട്. അവൻ നേരായ വഴിയിൽ നിന്ന് തടയപ്പെടുകയും ചെയ്തു. ഫിർഔനിന്റെ ആ തന്ത്രം, അവന്റെ ആ ചിന്ത, അവന്റെ ആ വിചാരം അത് നാശത്തിൽ മാത്രമാണ് കലാശിക്കുക, അത് നഷ്ടത്തിൽ മാത്രമാണ് ഉണ്ടാവുക എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഓർമ്മപ്പെടുത്തിയതിനു ശേഷം ആ വിശ്വാസിയായ മനുഷ്യൻ വീണ്ടും അടങ്ങിയിരുന്നില്ല. ഇങ്ങനെയൊക്കെ ധിക്കാരങ്ങൾ ഉണ്ടായിട്ടും, ഒരുപാട് അദ്ദേഹത്തെ ധിക്കരിക്കുന്ന വർത്തമാനവും അള്ളാഹുവിനെ പരിഹസിക്കുന്ന വർത്തമാനങ്ങൾ ഉണ്ടായിട്ടും ആ വിശ്വാസമായ മനുഷ്യൻ അദ്ദേഹത്തിന്റെ ദഅവത്ത് പ്രബോധനം നിർത്തിയില്ല. വീണ്ടും അവരെ ഉപദേശിച്ചു കൊണ്ടിരിക്കുകയാണ്. 38-ാമത്തെ ആയത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത് മഹാനായ ആ വിശ്വാസിയായ മനുഷ്യൻ അവരുടെ നാട്ടുകാരാകുന്ന അവന്റെ കൂട്ടുകാരാകുന്ന നാട്ടുകാരെ വിളിച്ചുകൊണ്ട് പറയുന്ന
വർത്തമാനമാണ്, ഉപദേശമാണ്. എന്താണത്? وقال الذي آمن يا قوم اتبعوني أهدكم سبيل الرشاد. وقال الذي ആ വിശ്വസിച്ചവൻ പറഞ്ഞു, അവിശ്വാസിയായ ആ മനുഷ്യനില്ലേ, ഇവരുടെ അടുക്കലേക്ക് വന്നിട്ട് പറഞ്ഞ് ആ മനുഷ്യൻ വീണ്ടും ഇവരെ ഉപദേശിക്കുകയാണ്. ആദ്യമൊക്കെ അദ്ദേഹത്തിന്റെ വിശ്വാസം അദ്ദേഹം മറച്ചു വെച്ചിട്ടുണ്ടെങ്കിലും പിന്നീട് ആ വിശ്വാസം പുറത്തേക്ക് പ്രകടിപ്പിച്ചുകൊണ്ട് ഞാനും വിശ്വാസി തന്നെയാണ് എന്ന് തുറന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് വീണ്ടും പറയാൻ. എന്താ പറയുന്നത്? യാ ഖൗമി, എന്റെ സമൂഹമേ, ഇത്തബിഊനി, നിങ്ങൾ എന്നെ പിന്തുടരുവീൻ, എന്നെ പിന്തുടരൂ. ഞാൻ വിശ്വാസിയായിട്ടുണ്ട്, ഞാൻ വന്നിട്ടുള്ള ആ വിശ്വാസത്തിലേക്ക് എന്നെ പിന്തുടർന്നുകൊണ്ട് നിങ്ങളും വരുവീൻ എന്ന് അദ്ദേഹം കൃത്യമായി അദ്ദേഹത്തിന്റെ വിശ്വാസം പ്രകടിപ്പിക്കുകയാണ്. ഇത്തബിഊൻ, നിങ്ങൾ എന്നെ പിൻപറ്റുവീൻ. അഹദിക്കും, ഞാൻ നിങ്ങളെ നയിക്കാം, ഞാൻ നിങ്ങൾക്ക് കാട്ടിത്തരാം. സബീലർ റഷാദ്, ശരിയായ തന്റെ ഇടത്തിന്റെ വഴി ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അതുകൊണ്ട് എന്നെ പിൻപറ്റിക്കോളൂ. ഞാൻ മൂസാ നബി അലൈഹിസ്സലാമിൽ വിശ്വസിച്ചിട്ടുണ്ട്, അള്ളാഹുവിൽ ഞാൻ വിശ്വസിച്ചിട്ടുണ്ട്, പരലോകമുണ്ട് എന്ന കാര്യത്തിൽ ഞാൻ വിശ്വസിച്ചിരിക്കുന്നു. അതുകൊണ്ട് എന്നെ നിങ്ങൾ പിൻപറ്റൂ, ആ നേരായ മാർഗം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് ആ വിശ്വാസിയായ മനുഷ്യൻ അവരെ ഉപദേശിക്കുകയാണ്. വീണ്ടും അദ്ദേഹം പറയാൻ, യാ ഖൗമി ഇന്നമാ ഹാദിഹിൽ ഹയാത്തുദ് ദുനിയാ, ഇന്നമാ ഹാദിഹിൽ ഹയാത്തുദ് ദുനിയാ മതാഉ വഇന്നൽ ആഖിറത ഹിയ ദാറുൽ ഖറാർ. ആ വിശ്വാസിയായ മനുഷ്യൻ തന്റെ ജനതയെ, തന്റെ ആളുകളോട് പറയുന്നു, യാ ഖൗമി, എന്റെ ജനങ്ങളെ, ഇന്നമാ, തീർച്ചയായും, ഹാദിഹിൽ ഹയാത്ത്, ഈ ജീവിതമുണ്ടല്ലോ, നമ്മളിവിടെ ഇപ്പം ജീവിച്ചു തീർക്കുന്ന ഈ ജീവിതം, അദ്ദുന്യാ, ഇഹത്തിലെ ഈ ജീവിതം, മതാഉൻ, ഒരു വിഭവം മാത്രമാണ്, വെറും ഒരു താൽക്കാലികമായ വിഭവം, താൽക്കാലികമായ ഒരു സുഖം മാത്രമേ ഉള്ളൂ ഈ ദുന്യാവ്. പക്ഷേ വഇന്നൽ ആഖിറത ഹിയ ദാറുൽ ഖറാർ, വഇന്നൽ ആഖിറത, തീർച്ചയായും പരലോകം, ഹിയ, അത്, ദാറുൽ ഖറാർ, സ്ഥിരവാസത്തിന്റെ ഭവനമാണ്, കാലാകാലം താമസിക്കാനുള്ള വീട് നാളെ പരലോകത്തിലാണ്. ഈ ദുനിയാവ്, ഇവിടത്തെ ജീവിതം, അത് താൽക്കാലികം മാത്രമാണ്, അതൊരു സുഖത്തിന് വേണ്ടിയുള്ളൊരു വിഭവം മാത്രമാണ് ജനങ്ങളെ. അദ്ദേഹം കൃത്യമായി അവരെ ഉപദേശിക്കുകയാണ്. ഇന്നമാ ഹാദിഹിൽ ഹയാത്തുദ് ദുനിയാ മതാഉ, എന്റെ ജനങ്ങളെ, തീർച്ചയായും ഈ ഐഹികമായ ജീവിതം ഒരു താൽക്കാലികമായ വിഭവം മാത്രമാണ്. വഇന്നൽ ആഖിറത ഹിയ ദാറുൽ ഖറാർ, തീർച്ചയായും പരലോകമാണ് സ്ഥിരവാസത്തിന്റെ ഭവനം. അവിടെയാണ് കാലാകാലം, അവിടെയാണ് സുഖങ്ങളുള്ളത്, അവിടെയാണ് സന്തോഷങ്ങളുള്ളത്. ഇവിടെയുള്ള സന്തോഷങ്ങളൊന്നും സ്ഥിരമായ സന്തോഷങ്ങളല്ല, എല്ലാം താൽക്കാലികമാണ് എന്ന് കൃത്യമായി ആ വ്യക്തി ആ ജനങ്ങളെ ഉപദേശിക്കുന്നു. മൻ അമില സയ്യിഅതൻ ഫലാ യുജ്സാ ഇല്ലാ മിസ്ലഹാ വമൻ അമില സ്വാലിഹൻ മിൻ ദകരിൻ ഔ ഉൻസാ വഹുവ മുഅ്മിനുൻ ഫഉലൈക യദ്ഖുലൂനൽ ജന്നത യുർസഖൂന ഫീഹാ ബിഗൈരി ഹിസാബ്. തുടർന്ന് അദ്ദേഹം പറയാണ് അവരോട്, മൻ അമില, ആരെങ്കിലും പ്രവർത്തിച്ചാൽ, സയ്യിഅ, ഒരു തിന്മ ചെയ്താൽ, ആരെങ്കിലും ഒരു തിന്മ ചെയ്താൽ, ഫലാ യുജ്സാ, സയ്യിഅത്ത് തിന്മ, അമില പ്രവർത്തിച്ചു, മൻ അമില ഒരുത്തൻ പ്രവർത്തിച്ചു, സയ്യിഅതൻ ഒരു തിന്മ, വെറും ഒരു ഒറ്റ തിന്മ മാത്രം ഒരാൾ ചെയ്താൽ, ഫലാ യുജ്സാ, അവന് പ്രതിഫലം കൊടുക്കപ്പെടുകയില്ല, അവന് ശിക്ഷിക്കപ്പെടുകയില്ല, ഇല്ലാ മിസ്ലഹ, അതുപോലുള്ളതിൻ അല്ലാതെ, അതിന്റെ അത്രക്കല്ലാതെ അവനെ ശിക്ഷിക്കുകയില്ല, കൂടുതലായ ശിക്ഷ അവന് കൊടുക്കൂല. ഇപ്പൊ ഒരു കളവ് പറഞ്ഞാൽ ആ കളവിനുള്ള ശിക്ഷ മാത്രമേ കൊടുക്കൂ. എന്തെങ്കിലും ഒരു തോന്നിവാസം ചെയ്താൽ ആ ചെയ്ത തോന്നിവാസത്തിന്റെ അത്ര മാത്രമേ, അതുപോലുള്ളത് മാത്രമേ അവന് അതിന് ശിക്ഷയായി, പ്രതിഫലമായി അവന് കൊടുക്കുകയുള്ളൂ. ഒരിക്കലും തിന്മയ്ക്ക് ഇരട്ടിയായ ശിക്ഷ കൊടുക്കുകയില്ല. എന്നാൽ നന്മ അങ്ങനെയല്ല. വമൻ അമില സ്വാലിഹ, ആരെങ്കിലും ഒരു നല്ല സൽക്കർമ്മം ചെയ്താലോ, ആരെങ്കിലും ഒരു സൽക്കർമ്മം ചെയ്തു, നല്ലൊരു വാക്ക് പറഞ്ഞു, നല്ല ഒരാൾ ഒരു കാര്യം നല്ലത് ഉപദേശിച്ചു, അല്ലെങ്കിൽ ആർക്കെങ്കിലും നല്ലത് ദാനം ചെയ്തു, എന്താകട്ടെ, ഏതൊരു സൽക്കർമ്മം ഒരാൾ ചെയ്താലും, മിൻ ദകരിൻ ഔ ഉൻസാ,
ആണിൽ നിന്ന് ചെയ്തതാകട്ടെ, ആണാകട്ടെ, ഔ ഉൻസ അല്ലെങ്കിൽ പെണ്ണിൽ നിന്ന്, വഹുവ മുഅ്മിൻ അവൻ സത്യവിശ്വാസിയായിരിക്കെയാണ് ചെയ്തതെങ്കിൽ, അപ്പൊ സത്യവിശ്വാസിയായ ഏതെങ്കിലും ഒരാണോ സത്യവിശ്വാസിനിയായ ഏതെങ്കിലും ഒരു പെണ്ണോ ഒരു സൽക്കർമ്മം ചെയ്താൽ ഫഉലൈക യദ്ഖുലൂനൽ ജന്ന, അക്കൂട്ടർ യദ്ഖുലൂന ദഖല പ്രവേശിച്ചു, യദ്ഖുലു പ്രവേശിക്കും, യദ്ഖുലൂന അവർ പ്രവേശിക്കുന്നതാണ്, അൽ ജന്നത സ്വർഗത്തിൽ അവർ പ്രവേശിക്കും. ഫഉലൈക യദ്ഖുലൂനൽ ജന്ന അവർ സ്വർഗത്തിൽ പ്രവേശിക്കും. എങ്ങനെയാ സ്വർഗത്തിൽ പ്രവേശിക്കുക? യുർസഖൂന ഉപജീവനം നൽകപ്പെടുന്നവരായ നിലക്ക്, യുർസഖൂന റിസ്ഖ് ഉപജീവനം, യുർസഖൂന അവർക്ക് നൽകപ്പെടും, അവർക്ക് ഉപജീവനം നൽകപ്പെടും. ഫീഹ ആ സ്വർഗത്തിൽ ഉപജീവനം നൽകപ്പെടും. ബിഗൈരി ഹിസാബ് കണക്ക്, ബിഗൈരി ഹിസാബ് ഒരു കണക്കും കൂടാതെ, ഒരു കയ്യും കണക്കൊന്നുമില്ലാതെ നാളെ സ്വർഗത്തിൽ അവർക്ക് ഉപജീവനം നൽകപ്പെടും. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ വിശ്വാസിയായ മനുഷ്യൻ അവരെ ഉപദേശിച്ച ഉപദേശം എനിക്കും നിങ്ങൾക്കുമൊക്കെ അല്ലാഹു തആല പഠിപ്പിച്ചു തന്നത് നമ്മുടെ ജീവിതത്തിലും ഉണ്ടാകാനാണ്. ഈ ചിന്ത നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഉണ്ടാകണം. ഈ ദുനിയാവ് എന്ന് പറഞ്ഞത് കാലാകാലം ഇവിടെ അടിച്ചു പൊളിച്ച് ജീവിക്കാനുള്ളതല്ല. ഇവിടുത്തെ സന്തോഷങ്ങളും ഇവിടുത്തെ സുഖങ്ങളും ഇവിടുത്തെ ആഡംബരവും ഇവിടുത്തെ വീടും കാറും കച്ചവടവും എല്ലാം അതൊക്കെ അത് വെറും താൽക്കാലികമായ ഒരു വിഭവം മാത്രമാണ്. നമ്മളങ്ങ് മരിക്കുന്നതോടുകൂടെ അതിന്റെ അവകാശി വേറെ ആരോ ആകില്ലേ സഹോദരങ്ങളെ? നമ്മുടെ എത്രയോ വലിയൊരു വീടിന്റെ ഉടമയാണ് നമ്മളെങ്കിൽ, വലിയൊരു ബിസിനസിന്റെ സാമ്രാജ്യം തന്നെ നമ്മൾ കെട്ടിപ്പടുത്തിട്ടുണ്ടെങ്കിലും നമ്മളങ്ങ് മരിക്കുന്നതോടുകൂടെ അതിന്റെ അവകാശി ആള് മാറുകയാണ്. പിന്നീട് അതിലെ ഒപ്പിട്ട് കൊടുക്കുന്നതും പണം കൈകാര്യം ചെയ്യുന്നതും ഒക്കെ നമ്മുടെ മക്കളോ അതല്ലെങ്കിൽ നമ്മുടെ അനന്തരാവകാശികളോ ആയിരിക്കും. അതുകൊണ്ട് ദുന്യാവോ എന്ന് പറഞ്ഞുകൊണ്ട് അതിനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് നീ ജീവിക്കേണ്ടതില്ല. ഈ ഐഹികമായ ജീവിതം അത് വെറും താൽക്കാലികം മാത്രമാണ്. അതുകൊണ്ട് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത് കും ഫിദ്ദുന്യാ കഅന്നക ഗരീബുൻ ഔ ആബിറു സബീൽ വഉദ്ദ നഫ്സക മിൻ അഹ്ലിൽ ഖുബൂർ. പണ്ഡിതന്മാർ പഠിപ്പിക്കുകയാണ്, മുൻഗാമികളാകുന്ന സ്വാലിഹീങ്ങൾ പറയാണ്, ദുനിയാവിൽ കുൻ ഫിദ്ദുന്യാ കഅന്നക ഗരീബ്, നീ ഒരു വിദേശിയെ പോലെയാകണം ദുനിയാവിൽ ജീവിക്കുന്നത്. വിദേശത്തേക്ക് ഗൾഫിൽ പോയ ഒരാള് അവിടെ കാലാകാലം താമസിക്കാനല്ല അങ്ങോട്ട് പോയത്. അവന്റെ അവധി കഴിഞ്ഞാൽ അവൻ നാട്ടിലേക്ക് തിരിച്ചു വരേണ്ടവനാണ്. അവൻ പിന്നീട് ജീവിക്കുന്നത് അവന്റെ നാട്ടിലാണ്. താൽക്കാലികമായ ജോലിക്ക് വേണ്ടി വിദേശത്തേക്ക് പോയവനെ പോലെ, അല്ലെങ്കിൽ ഒരു റോഡ് മുറിച്ച് കടന്ന് അപ്പുറത്തേക്ക് ഒരു താൽക്കാലികമായ ഒരു റോഡ് മുറിച്ച് കടക്കുന്നവനെ പോലെ അത്രമാത്രമേ ദുനിയാവുള്ളൂ. നിന്റെ ശരീരത്തെ നീ ഏതിൽ എണ്ണണം? ഖബറാളികളുടെ കൂട്ടത്തിലായി നിന്റെ ശരീരത്തെ നീ എണ്ണണേ എന്ന് മഹാന്മാരാകുന്ന പണ്ഡിതന്മാർ നമ്മെ ഓർമ്മപ്പെടുത്തിയത് അതുകൊണ്ടാണ്. അദ്ദുന്യാ മസ്റഅത്തുൽ ആഖിറ, ദുനിയാവ് എന്ന് പറയുന്നത് പരലോകത്തിലേക്കുള്ള ഒരു കൃഷിയിടമാണ്. ആ പരലോകത്തേക്ക് എന്തെല്ലാം കൃഷി ചെയ്യാൻ കഴിയുമോ അതെല്ലാം ദുനിയാവിൽ വെച്ചുകൊണ്ട് കൃഷി ചെയ്യുക, നാളെ പരലോകത്ത് വെച്ചുകൊണ്ട് അത് കൊയ്തെടുക്കുക. അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഈ ആയത്തിലൂടെ പഠിപ്പിക്കുന്നത്. ദുനിയാവ് എന്ന് പറയുന്നത് അത് വെറും താൽക്കാലികമാണ്. ഇവിടെയുള്ള എല്ലാ സുഖങ്ങളും എല്ലാ സന്തോഷങ്ങളും ഒക്കെ താൽക്കാലിക നൈമിഷികമാണ്. അതൊക്കെ മരിക്കുന്നത് വരെ ഉണ്ടാകൂ. പക്ഷേ വ ഇന്നൽ ആഖിറത ഹിയ ദാറുൽ ഖറാർ, പക്ഷേ പരലോകം അതാണ് സ്ഥിരവാസത്തിന്റെ ഭവനം. അവിടുത്തെ സന്തോഷങ്ങൾക്കൊരു വിരാമമില്ല. അവിടെ ഒരിക്കലും പിന്നീട് മരണമില്ല, തിരിച്ചു വരേണ്ട പ്രശ്നങ്ങളില്ല, ജോലി ചെയ്യേണ്ട വിഷമങ്ങളില്ല, യാതൊരു കഷ്ടപ്പാടുകളോ വേദനകളോ യാതനകളോ സങ്കടങ്ങളോ രോഗങ്ങളോ ഒന്നുമില്ലാത്ത സന്തോഷത്തിന്റെ ആഹ്ലാദത്തിന്റെ സ്ഥിരവാസത്തിന്റെ ഭവനം അത് പരലോകത്തിലാണ്. ഇതാണ് അല്ലാഹു തആല പറയുന്നത്. അല്ലാഹു തആല ആ പരലോകത്തിൽ നമുക്ക് സന്തോഷം നൽകുമാറാവട്ടെ. തുടർന്ന് 40-ാമത്തെ ആയത്തിൽ വല്ലാത്തൊരു സന്തോഷ വാർത്ത. അവിശ്വാസികളാകുന്ന ആളുകൾ ധാരാളം തിന്മകൾ ചെയ്യും. നമ്മളൊരു തിന്മ ചെയ്താൽ ആ തിന്മ ചെയ്തിട്ടുണ്ടെങ്കിൽ എത്രയാണോ തിന്മ ചെയ്തത് ആ തിന്മയുടെ ശിക്ഷ മാത്രമേ കൊടുക്കപ്പെടുകയുള്ളൂ. ഒരിക്കലും ഒരാൾ ഒരു കളവ് പറഞ്ഞാൽ അവനിക്ക് 2 കളവിന്റെ ശിക്ഷ ഒരിക്കലും അല്ലാഹു തആല കൊടുക്കില്ല. അവന് പറഞ്ഞ ആ കളവിന്റെ ശിക്ഷ അത്ര മാത്രമേ അല്ലാഹുവിന്റെ കാരുണ്യം നോക്കൂ നിങ്ങൾ, അത് മാത്രമേ അവന് നൽകപ്പെടുകയുള്ളൂ. പക്ഷേ നന്മ അങ്ങനെയല്ല. വമൻ അമില സ്വാലിഹൻ മിൻ ദക്കരിൻ ഔ ഉൻസാ വഹുവ മുഅ്മിൻ, ഏതൊരു ആണോ ഏതൊരു പെണ്ണോ വിശ്വാസിയായി കൊണ്ടാണ് ഒരു സൽക്കർമ്മം ചെയ്യുന്നതെങ്കിൽ, വിശ്വാസിയാകണം, അത് നിബന്ധനയാണ്. വിശ്വാസികളുടെ പ്രവർത്തനങ്ങൾ മാത്രമേ അല്ലാഹു തആല സ്വീകരിക്കുകയുള്ളൂ. വിശ്വാസിയല്ലാത്ത ഒരാളുടെ ഒരു പ്രവർത്തനവും അല്ലാഹു സ്വീകരിക്കുകയില്ല. വമൻ യബ്തഗി ഗൈറൽ ഇസ്ലാമി ദീനാ ഫലൻ യുഖ്ബലു മിൻഹു,
ഇസ്ലാമല്ലാത്ത, മുസ്ലിമീങ്ങളുടേതല്ലാത്ത, മുഅ്മിനീങ്ങളുടേതല്ലാത്ത, ഈ ഈമാനില്ലാത്ത ഒരാളുടെ ഒരു പ്രവർത്തനങ്ങളും അല്ലാഹു സ്വീകരിക്കുകയില്ല. വിശ്വാസികളുടേതല്ലാത്ത നിസ്കാരം അല്ലാഹു സ്വീകരിക്കില്ല, വിശ്വാസികളുടേതല്ലാത്ത നോമ്പ് അല്ലാഹു സ്വീകരിക്കില്ല, വിശ്വാസികളുടേതല്ലാത്ത പാരായണങ്ങൾ അല്ലാഹു സ്വീകരിക്കില്ല, വിശ്വാസിയല്ലാത്ത ഒരാളുടെ ഹജ്ജ് സ്വീകരിക്കില്ല, ഒരാളുടെയും ഉംറ സ്വീകരിക്കില്ല, ഒരാളുടെയും ഒരു വലിയ പള്ളി തന്നെയും അവൻ പണിതാലും വിശ്വാസിയല്ലേ അല്ലാഹു തആല സ്വീകരിക്കുകയില്ല. അപ്പൊ ഏതൊരു കർമ്മം സ്വീകരിക്കാനും വളരെ പ്രധാനമാണ് എന്ത്? വിശ്വാസിയാവുക എന്നത്. അചഞ്ചലമായ വിശ്വാസം. എന്നെ കാണുന്ന, എന്നെ കേൾക്കുന്ന, എന്നെ നിയന്ത്രിക്കുന്നത് റഹ്മാനായ റബ്ബ് മാത്രമാണ്. അതുകൊണ്ട് എന്റെ ആരാധന എന്റെ റബ്ബിന് മാത്രമേ ഞാൻ സമർപ്പിക്കുകയുള്ളൂ എന്ന അചഞ്ചലമായ വിശ്വാസത്തോടുകൂടെ ഒരു പുരുഷൻ, ഒരു സ്ത്രീ ഒരു കർമ്മം ചെയ്താൽ എന്താ അവർക്ക് കിട്ടുക? ആ ചെയ്തതിനുള്ള പ്രതിഫലം മാത്രമല്ല, ആ ചെയ്തത് മാത്രമല്ല അവർക്ക് കിട്ടുക. അല്ലാഹു പറയാ, ഫഉലൈക യദ്ഖുലൂനൽ ജന്നത യുർസഖൂന ഫീഹാ ബിഗൈരി ഹിസാബ്. ആ കൂട്ടരാകുന്ന ആളുകൾ സ്വർഗത്തിൽ പ്രവേശിക്കും. അവർക്ക് ആ സ്വർഗത്തിൽ വെച്ച് ഒരു കണക്കും കൂടാതെ സുഭിക്ഷമായി ഉപജീവനം ലഭിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യും. എല്ലാവിധ സന്തോഷങ്ങൾ എന്താണോ വേണ്ടത് വിചാരിച്ചാൽ മതി, അപ്പോഴേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടെ നൽകും. ആഗ്രഹിക്കുന്നത് മുഴുവനും കിട്ടുന്ന, കൊതിക്കുന്നത് മുഴുവനും കിട്ടുന്നവന്റെ മുമ്പിലെത്തുന്ന, പിന്നീട് ഒരിക്കലും കാത്തിരിക്കേണ്ടി വരില്ല, വേവാൻ കാത്തിരിക്കേണ്ടിയില്ല, പോയി വാങ്ങി വരട്ടെ എന്ന് ചിന്തിക്കേണ്ടതില്ല. എന്താണോ ആഗ്രഹിക്കുന്നത്, എന്താണോ കൊതിക്കുന്നത്, എന്താണോ ആവശ്യപ്പെടുന്നത്, അതെല്ലാം അവന്റെ മുമ്പിൽ അതേ സമയത്ത് സെക്കൻഡുകളിൽ എത്തപ്പെടുന്ന ഒരു ലോകമാണ് സ്വർഗം. ആ സ്വർഗം കിട്ടണമെങ്കിൽ എന്ത് വേണം? വിശ്വാസികളായി അള്ളാഹു പഠിപ്പിച്ചിട്ടുള്ള, അള്ളാഹുവിന്റെ ഹബീബ് പഠിപ്പിച്ചിട്ടുള്ള സ്വാലിഹുൽ അമാലുകൾ ചെയ്യണം. അത്തരം ആളുകൾക്കാണ് അത് കിട്ടുക എന്ന് അള്ളാഹു തആല നമ്മെ ബോധ്യപ്പെടുത്തുന്നു. അങ്ങനെ അള്ളാഹുവിന്റെ സ്വർഗത്തിൽ സ്വാലിഹുൽ അമാലുകൾ ചെയ്ത് അള്ളാഹുവിന്റെ സുഖലോക സ്വർഗത്തിൽ പ്രവേശിക്കുവാൻ കയ്യും കണക്കുമില്ലാതെ സുഭിക്ഷമായി ഉപജീവനം ലഭിക്കപ്പെടുന്നവരായി ആ സ്വർഗീയ ആരാമത്തിൽ പ്രവേശിക്കുവാൻ നമുക്കൊക്കെ അള്ളാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.